അധികാര തർക്കത്തിനിടെ ഓൺലൈനായി ഫയലുകൾ പരിശോധിച്ച് രജിസ്ട്രാർ അനിൽകുമാർ സസ്പെൻഷനിൽ എന്ന നിലപാടിൽ VC ഉറച്ചു നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഫയലുകളടക്കം പരിശോധിച്ചത്. വിവരങ്ങളുമായി VV അരുൺ ആണ് ചേരുന്നത്. അരുൺ, ഫയൽ നീക്കം ഉൾപ്പെടെ മരവിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, അതായത് രജിസ്ട്രാർക്ക് പരിശോധിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് നേരത്തെ അറിഞ്ഞിരുന്നത്. പക്ഷേ രജിസ്ട്രാർ ഫയലുകളടക്കം പരിശോധിച്ചു, അതായത് കൃത്യമായി അദ്ദേഹത്തിൻ്റെ ജോലിയിൽ പ്രവേശിക്കാനും ജോലി ചെയ്യാനും സാധിക്കുന്നു ഇപ്പോൾ എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അഭിലാഷ്, സർവകലാശാല ക്യാമ്പസിൽ പോലും KS അനിൽകുമാറിനെ കയറ്റിയതെന്നാണ് VCയുടെ ഉത്തരവ്. അദ്ദേഹം സസ്പെൻഷനിലാണ് എന്ന VC പറയുമ്പോൾ അദ്ദേഹത്തെ ക്യാമ്പസിൽ പോലും കയറ്റാൻ കഴിയില്ല എന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് VC നിർദ്ദേശം നൽകിയിരുന്നു. അതിനിടയിലാണ് അദ്ദേഹം ഇന്ന് വീണ്ടും സർവകലാശാല ആസ്ഥാനത്തിന്റെ ഓഫീസിലെത്തിയത്. ഇപ്പോൾ നേരത്തെ രാവിലെ തന്നെ മിനി കാപ്പനെ രജിസ്ട്രാറിന്റെ ചുമതല നൽകിക്കൊണ്ട് ഉത്തരവ് ഇറക്കിയിരുന്നു. പക്ഷേ അത് മറികടന്നുകൊണ്ട് അദ്ദേഹം അനിൽകുമാർ ഓഫീസിലെത്തി. ഇന്ന് വൈകിട്ടോടുകൂടി അദ്ദേഹം ഫയൽ പരിശോധനയും ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ ഫയൽ നീക്കം ഓൺലൈൻ ഫയൽ പരിശോധിക്കണം. അദ്ദേഹത്തിന്റെ ആക്സസ് കട്ട് ചെയ്തിരുന്നു, പക്ഷെ അത് തിരിച്ചു പിടിച്ചു എന്നാണ് ഇപ്പോൾ ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങൾ വ്യക്തമാക്കുന്നത്. തന്റെ ഡിജിറ്റൽ സിഗ്നേച്ചർ രേഖപ്പെടുത്തിയുള്ള ഓൺലൈൻ സിസ്റ്റത്തിലൂടെ അനിൽകുമാർ ഫയലുകൾ പരിശോധിക്കാൻ തുടങ്ങി എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അതായത് അധികാര തർക്കം ഫയൽ നീക്കത്തിലടക്കം വലിയ പ്രതിസന്ധി സർവകലാശാല ഉണ്ടാക്കിയിരുന്നു. VCയുടെ നിലപാടനുസരിച്ച് VC പറയുന്നതനുസരിച്ച് ഇപ്പോൾ മിനി കാപ്പനാണ് സർവകലാശാലയിലെ രജിസ്ട്രാർ. എന്നാൽ ഇടത് സിൻഡിക്കേറ്റ് അത് അംഗീകരിക്കുന്നില്ല. കഴിഞ്ഞ ഞായറാഴ്ച സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ച പ്രകാരം അനിൽകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിച്ചു. അതുകൊണ്ട് അനിൽകുമാർ തന്നെയാണ് രജിസ്ട്രാർ. അദ്ദേഹം തന്റെ ഔദ്യോഗിക ചുമതല നിർവഹിക്കും. അത് തടസ്സപ്പെടുത്താൻ ആരെയും അനുവദിക്കില്ല എന്നാണ് സിൻഡിക്കേറ്റിന്റെ നിലപാട്. അത് വ്യക്തമാക്കിയാണ് ഇപ്പോൾ അനിൽകുമാർ ഫയൽ നീക്കവും ആരംഭിച്ചിരിക്കുന്നത്. അഭിലാഷ്, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിൽ പ്രതികരണം നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു. അത് കീം സംബന്ധിച്ച ഹൈക്കോടതി വിധിയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവിന്റെ പ്രതികരണമാണ്. അവർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. കീമിൽ ഹൈക്കോടതിയിൽ വീണ്ടും തിരിച്ചടി നേരിട്ട പശ്ചാത്തലത്തിൽ R ബിന്ദുവിന്റെ പ്രതികരണം. ഹൈക്കോടതിക്ക് ശേഷം സുപ്രീം കോടതിയിലേക്ക് പോകുന്നുണ്ടോ, അതെയോ പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമോ? ചോദ്യത്തിന് മറുപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കീം പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഡിവിഷൻ ബെഞ്ചിൽ നൽകിയിരുന്ന അപ്പീലും കോടതി പരിഗണിച്ച് പ്രോസ്പെക്ടസ് അമെന്റ്മെന്റിന് മുൻപ് തുടർന്നു പോന്നിരുന്ന ഫോർമുല ഉപയോഗിച്ച് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. കോടതിയുടെ ഈ നിർദ്ദേശം AG അറിയിച്ചിട്ടുണ്ട്. അതുപ്രകാരം ഏറ്റവും പെട്ടെന്ന് ഇന്ന് തന്നെ ഈ നേരത്തെ നിലനിന്നിരുന്ന ഫോർമുല അനുസരിച്ചുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതാണ്. അതിനുള്ള നടപടികൾ ഇപ്പോൾ എൻട്രൻസ് കമ്മീഷണർ പൂർത്തീകരിക്കുകയാണ്. സർക്കാരിന് വീഴ്ച പറ്റിയെന്നാണോ, അല്ലെങ്കിൽ സർക്കാർ വേണ്ട വിധം ചെയ്യാത്തതുകൊണ്ടല്ലേ ഇങ്ങനെ തിരിച്ചടി ഉണ്ടായത്? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. സർക്കാർ എല്ലാ കുട്ടികൾക്കും നീതി ലഭിക്കണം, നേരത്തെ തുടർന്നു പോകുന്ന പ്രോസസ്സിൽ ഒരു നീതികേടുണ്ട് എന്ന് വ്യക്തമാകുന്ന നിലയിൽ മനസ്സിലാക്കിയപ്പോൾ അതിന് ഒരു ബദൽ കണ്ടെത്താനുള്ള പരിശ്രമമാണ് നടത്തിയത്. അതിൽ തെറ്റുണ്ട് എന്നുള്ളതല്ല. ഇപ്പൊ പ്രോസ്പെക്ടസ് നിലവിൽ വന്നതിന് ശേഷം മാറ്റം വരുത്തിയത് ശരിയായില്ല എന്നുള്ള ഒരു രീതിയിലാണ് കോടതി നിഗമനം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ പ്രോസ്പെക്ടസിൽ എപ്പോൾ വേണമെങ്കിലും ഇക്കാര്യത്തിൽ മാറ്റം വരുത്താൻ സർക്കാരിന് അനുമതിയുണ്ട് എന്നുള്ള നിലയ്ക്കുള്ള ഒരു ക്ലോസ് ഉൾച്ചേർന്നിട്ടുള്ളതാണ്. പക്ഷേ കോടതിയുടെ വിധി ഇപ്പോൾ അംഗീകരിക്കുകയാണ്. മേൽക്കോടതിയിലേക്ക് പോകണമെങ്കിൽ ഇപ്പോൾ നമുക്ക് AICTE ഏറ്റവും അന്തിമ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്, ഫൈനൽ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഓഗസ്റ്റ് 14 അപ്പം അതിനു മുമ്പായിട്ട് നമുക്ക് അഡ്മിഷൻ പ്രക്രിയ പൂർത്തീകരിക്കേണ്ടതുണ്ട്. എല്ലാ വർഷവും AICTE ലാസ്റ്റ് ഡേറ്റ് നീട്ടാറൊക്കെ ഉണ്ട്. പക്ഷെ അത് നമുക്ക് പറയാൻ സാധിക്കില്ല. നീട്ടുമോ എന്നുള്ളത് ഇപ്പൊ തന്നെ പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ലഭ്യമായിട്ടുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 14 അപ്പൊ അതിനു മുമ്പായിട്ട് അഡ്മിഷൻ പ്രക്രിയകൾ പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ നടപടി സ്വീകരിച്ചേ മതിയാവും. അതുകൊണ്ട് ഈ വർഷം ഇപ്പോ പ്രോസ്പെക്ടസ് അമെന്റ് ചെയ്യുന്നതിന് മുൻപുള്ള
അതായത് കഴിഞ്ഞ വർഷം വരെ തുടർന്നു പോന്നിരുന്ന അതേ സ്റ്റാൻഡർഡൈസേഷൻ പ്രക്രിയയാണ് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുക. പ്രോസ്പെക്ടസിൽ ഗവൺമെന്റിന് ഏത് സമയത്ത് വേണമെങ്കിലും ഇത് പുനഃപരിശോധിക്കാനുള്ള അധികാരമുണ്ട് എന്നുള്ളത് നമ്മൾ കാണിച്ചിരുന്നു. അപ്പൊ അത് ഈ അംഗീകരിക്കുന്നത് പറഞ്ഞത് പൂർണ്ണ മനസ്സാലല്ല, സമയപരിമിതി എന്നുള്ളത് കൊണ്ട് മാത്രം അംഗീകരിക്കുന്നു, അങ്ങനെയാണോ? അതെ, സമയപരിമിതി ഉണ്ടല്ലോ. നമുക്ക് കുട്ടികളുടെ അവസരങ്ങൾ നഷ്ടപ്പെടാൻ പാടില്ല, കുട്ടികളുടെ അനിശ്ചിതാവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് കുട്ടികളുടെ നന്മയാണ് ഗവൺമെന്റ് അഭിലഷിക്കുന്നത്. ഏത് കാര്യത്തിലായാലും എല്ലാവരും കുട്ടികളാണ്, എല്ലാ കുട്ടികൾക്കും നീതി ലഭിക്കണം. ആ കാഴ്ചപ്പാടിനെ മുൻനിർത്തി സതുദ്ദേശപരമായിട്ടാണ് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അത്ര വലിയ മാറ്റമൊന്നും വരുന്നില്ല. ആ വിദ്യാർത്ഥികൾ കോടതിയല്ലേ വിധിച്ചത്, കോടതിയിൽ പോവാലോ അവർക്ക്. കോടതി വിധിച്ചാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ വക ചോദ്യത്തിനൊന്നും അർത്ഥമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് കുട്ടികളുടെ പൊതുവിലുള്ള നന്മയെ മുൻനിർത്തി എല്ലാവർക്കും നീതി ഉറപ്പാക്കണം എന്നുള്ള കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ചെയ്ത ഒരു കാര്യമാണ്. അതായത് കീം പരീക്ഷയിൽ 100% മാർക്ക് വാങ്ങിയാലും 35 മാർക്ക് കുറഞ്ഞു പോകുന്ന ഒരു സ്ഥിതി കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ വ്യാപകമായിട്ടുള്ള പരാതി ഈ സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു. അതിനെ അഡ്രസ് ചെയ്യാനാണ് ശ്രമിച്ചത്. അപ്പോൾ ഈ വർഷം ഇപ്പൊ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അത് കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരിക്കുന്നു. അതാണ് പറയാനുള്ളത്. ഇന്ന് തന്നെ റിലീസ് ചെയ്യും. അപ്പൊ ഈ പുതിയ മാറ്റം ഉണ്ടല്ലോ, തൽക്കാലം അത് ഒഴിവാക്കും, പക്ഷെ ഭാവിയിൽ അത് തന്നെ നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ നിലപാട്. അടുത്ത വർഷം നമുക്ക് സമയം എടുത്ത് തന്നെ നേരത്തെ തന്നെ അത് ചെയ്യണം. വേണ്ടത്ര അടുത്ത വർഷത്തെ കാര്യം നമുക്ക് അടുത്ത വർഷം ആലോചിക്കല്ലേ നല്ലത്. ഇപ്പൊ തന്നെ നേരത്തെ എന്ന് പറഞ്ഞാൽ അടുത്ത വർഷമല്ലേ ആലോചിക്കാൻ പറ്റൂ. ഇപ്പൊ ഈ വർഷത്തെ കാര്യം പൂർത്തീകരിച്ചിട്ടില്ലല്ലോ. ഈ വർഷത്തെ കാര്യത്തിലാണല്ലോ ഇപ്പൊ വിധി വന്നത്. അടുത്ത വർഷം എന്തെന്ന് എനിക്ക് ഇപ്പൊ തന്നെ പറയാൻ പറ്റുമോ? അത് റാങ്ക് ലിസ്റ്റ് ഇടുമ്പോ നമുക്കറിയാം. അവരുടെ വിഷമം അഡ്രസ് ചെയ്യാനാണല്ലോ ശ്രമിച്ചത്. എല്ലാവരുടെ വിഷമവും അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇപ്പൊ കോടതിയുടെ വിധി നമുക്ക് അനുസരിച്ചേ തീരൂ. അപ്പൊ അതുകൊണ്ട് ഈ വർഷം കോടതി പറഞ്ഞിരിക്കുന്നു, കോടതി സിംഗിൾ ബെഞ്ച് പറഞ്ഞു, അതിന് അപ്പീൽ നൽകി. ഡിവിഷൻ ബെഞ്ചും ആദ്യ സിംഗിൾ ബെഞ്ചിന്റെ വിധിയെ അംഗീകരിക്കുന്ന നിലയാണ് സ്വീകരിച്ചത്. അപ്പൊ അതുകൊണ്ട് ഇനി വൈകിപ്പിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാവില്ല, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാവില്ല എന്ന് കണ്ടുകൊണ്ടാണ് ഇന്ന് തന്നെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനായിട്ട് തീരുമാനിച്ചത്. യെസ്, കീം വിഷയത്തിൽ സർക്കാരിന് വീണ്ടും തിരിച്ചടിയേറ്റ പശ്ചാത്തലത്തിൽ ഇനി മേൽക്കോടതിയിലേക്കില്ല എന്ന പ്രതികരണമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട പ്രതികരണം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകളിലൂടെ പുറത്തു വരുന്നു. അതായത് സുപ്രീം കോടതിയെ സമീപിക്കാനില്ല എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നു. അങ്ങനെയെങ്കിൽ കോടതി നിർദ്ദേശപ്രകാരമുള്ള റാങ്ക് ലിസ്റ്റ് അത് ഉടൻ പ്രസിദ്ധീകരിക്കും. അത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും എന്നുള്ളതാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രതികരണം. അരുൺ, 2 വഴികളാണ് ഉണ്ടായിരുന്നത്. അതിലൊന്ന് പഴയ ചട്ടങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ പ്രോസ്പെക്ടസ് പ്രകാരം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക, അല്ലെങ്കിൽ മേൽക്കോടതിയിലേക്ക്, സുപ്രീം കോടതിയിലേക്ക്. പക്ഷേ ഹൈക്കോടതിയുടെ 2 ബെഞ്ചുകളിൽ തിരിച്ചടി നേരിട്ട പശ്ചാത്തലത്തിൽ ഇനി സുപ്രീം കോടതിയിൽ പ്രതീക്ഷ പുലർത്തിയിട്ട് കാര്യമില്ല. അതാണല്ലോ സർക്കാരിൻ്റെ വിലയിരുത്തൽ എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ഒപ്പം ഇന്ന് തന്നെ ആ പട്ടിക, പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്നല്ലേ സർക്കാർ ഉറപ്പിച്ചു പറയുന്നത്.
തീർച്ചയായിട്ടും കൂടുതൽ പരീക്ഷണങ്ങൾക്കും കൂടുതൽ നിയമ പോരാട്ടങ്ങൾക്കും സർക്കാരില്ല. സർക്കാർ നിലപാട് വ്യക്തമാക്കുകയാണ്. കുട്ടികളുടെ ഭാവിയെ കരുതി, കുട്ടികളുടെ നല്ലത് കരുതി കൂടുതൽ പേർക്ക് അവസരം കിട്ടാൻ വേണ്ടിയാണ് അത്തരമൊരു മാറ്റം സർക്കാർ കൊണ്ടുവന്നത്. പക്ഷേ അത് കോടതി ചോദ്യം ചെയ്യുമ്പോൾ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച് തള്ളിക്കളയുമ്പോൾ ഒരു വഴി സർക്കാരിന് മുന്നിൽ ഉണ്ടായിരുന്നത് ഒന്നുകിൽ അത് സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോകാം, അല്ലെങ്കിൽ പിന്നീട് മറ്റ് നിയമനിർമ്മാണങ്ങളിലൂടെ ഇത് മറികടക്കാൻ ശ്രമിക്കാം. പക്ഷെ അതിനൊക്കെ വലിയ കാലതാമസം ഉണ്ടാകും. ഓരോ ദിവസം വൈകുന്തോറും കുട്ടികളുടെ ഭാവി അത് ബാധിക്കും. ഓൾ ഇന്ത്യ കൌൺസിൽ ഈ എഞ്ചിനീയറിംഗ് പ്രവേശനം പൂർത്തിയാക്കാൻ അനുവദിച്ച സമയപരിധി അടുത്ത മാസം 14 അവസാനിക്കും. അതിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയാതെ വന്നാൽ കുട്ടികളുടെ ഭാവി അത് ബാധിക്കുന്ന കാര്യമാണ്. കുട്ടികളുടെ ഭാവി വെച്ച് ഇനിയും പന്താടാൻ സർക്കാർ തയ്യാറല്ല. അവരുടെ ഭാവിയെ കരുതി തന്നെ ഒരു തീരുമാനത്തിൽ സർക്കാർ പിന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ എടുത്ത തീരുമാനത്തിൽ പിന്നോട്ട് പോവുകയും നേരത്തെയുള്ള മാതൃകയിൽ ഈ റാങ്ക് ലിസ്റ്റ് പുനഃപ്രസിദ്ധീകരിക്കാൻ തീരുമാനിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. ഇന്ന് രാത്രിയോടെ തന്നെ ഈ കീമിന്റെ പുതിയ റാങ്ക് ലിസ്റ്റ് പുറത്തിറങ്ങും. ഒരുപക്ഷെ നേരത്തെ ഒന്നാം റാങ്കിൽ കിട്ടിയിരുന്ന ആളുകളൊക്കെ വീണ്ടും പട്ടികയിൽ താഴെ പോയേക്കാം, താഴെയുള്ള ആളുകൾ മുകളിലേക്കും വന്നേക്കാം. കേരള സിലബസിലുള്ള കുട്ടികളുടെ അവസരം വീണ്ടും ഒരു വർഷം കൂടി കുറയാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ മറ്റു വഴികൾ സർക്കാരിന് മുന്നിലില്ല. ഈ ചുരുങ്ങിയ സമയക്രമത്തിനുള്ളിൽ കൂടുതൽ പരീക്ഷകൾക്ക് നിൽക്കാൻ സർക്കാർ തയ്യാറുള്ളത് വലിയ വിമർശനത്തിനിടയാക്കുമെന്നൊരു ആശങ്ക കൂടി സർക്കാരിനുണ്ട്. ഏതായാലും അതുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്നത്. അടുത്ത വർഷം സ്വാഭാവികമായും ഇപ്പോൾ സർക്കാർ എടുത്ത തീരുമാനം, നേരത്തെ തീരുമാനമനുസരിച്ച് പുതിയ രീതിയിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചേക്കും. പ്രോസ്പെക്ടസ് ഉൾപ്പെടെ ആദ്യം തന്നെ അത് ഉൾപ്പെടുത്തി ചെയ്യാനാകും സർക്കാർ ആലോചിക്കുക. ഏതായാലും ഈ ഒരു നീക്കത്തിൽ സർക്കാർ പിന്മാറുകയാണ്. കോടതിയിൽ നിന്നുണ്ടായ തിരിച്ചടി കണക്കിലെടുത്ത് കൂടുതൽ തിരിച്ചടി ഉണ്ടാവുകയും അത് വിദ്യാർത്ഥികളുടെ ഭാവിയെ കൂടി ബാധിക്കുന്ന പ്രശ്നമായി മാറാനുള്ള സാധ്യതയും കണക്കിലെടുത്തുകൊണ്ടാണ് സർക്കാർ അത്തരമൊരു പിന്മാറ്റം നടത്തുന്നതെന്ന് നിയമ പോരാട്ടത്തിൽ നിന്ന് സർക്കാർ പിൻവാങ്ങുകയാണ്. സുപ്രീം കോടതിയിലേക്കില്ല. 2011 മുതൽ തുടരുന്ന ചട്ടപ്രകാരം ഉള്ള റാങ്ക് ലിസ്റ്റ് ഉടൻ പ്രസിദ്ധീകരിക്കും. ഇന്നത്തെ സ്വർണ്ണം